ഹായ്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സംക്രാന്തി അല്ല? അതെ, മകര സംക്രാന്തി എന്ന് പറയൂ. സംക്രാന്തി ഹಬ್ಬದ ശുഭാശയಗಳು. അതെ. പിന്നെ ഇതില് പൊങ്കലെന്നും പറയൂ. ഇവിടെ ഉള്ളവര് പൊങ്കൽ എന്ന് പറയൂ. പൊങ്കൽ എന്ന് പറഞ്ഞാല് ചോറ് അരിയിട്ടിട്ട് ചോറ് പൊങ്കിക്കുന്നത്, സൂര്യന്റെ നേർക്കടുപ്പ് ഇട്ടിട്ട് മിറ്റത്ത്, അതെല്ലാം നല്ല കാര്യമായിട്ട് ഇവിടെ ഉള്ളവർ ചെയ്യൂ. അതെ, പൊങ്കൽ വെക്കുന്നല്ല പറയുമല്ലേ, എല്ലാവർക്കും അറിയാപ്പ അത്. എന്നാലും അങ്ങനെ ഇവിടെ ചെയ്യൂ. ഞങ്ങൾ മാത്രം അത് ചെയ്തിട്ടില്ല കേട്ടോ, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇവിടെ. പിന്നെ എള്ളു ബെല്ല തിന്നുന്നത്. അതെ, ബെല്ലം, എള്ളു പിന്നെ ബെല്ലം. പിന്നെ ഇഞ്ഞൊരു ഇതുണ്ട്, യുഗാദി പറഞ്ഞിട്ട് അതിന് ഇത് വേപ്പ് ചപ്പു ബെല്ലവും തിന്നു. വെല്ലവും അരച്ചിട്ട് അതിനകത്ത് ഇത്ര വലിയ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തിന്നാനില്ലല്ലേ, വെള്ളം കൂട്ടിയിട്ട് അരച്ചിട്ട് അങ്ങനെ മുതുങ്ങാൻ കൊടുക്കൂ. അത് നല്ലതാണ്. അങ്ങനെ അതൊരു ശാസ്ത്രം ഉണ്ട് ഇവിടെ. അത് എല്ലാവരുടെ അവിടെയും നമ്മളുടെ മക്കൾ അങ്ങനെ മകര സംക്രമ ഇന്ന് ജ്യോതി ഇന്നലെ കണ്ടതല്ലേ. ഇന്ന് മകര സംക്രമ. ഞങ്ങളുടെ മോന് ബാലു നട്ടതില് ബീൻസ് എല്ലാം പറിച്ചിട്ട് ഞങ്ങൾ കാലിയാക്കി. അതെ, ബീൻസ് എല്ലാം ഉണങ്ങിപ്പോയി. ആ ചെടിയല്ല ഇപ്പൊ ഇതാ കയ്പ. അത് ഒരു 3 പുതിയ കോഴി വന്നെന്ന്. ആ കോഴി അതെല്ലാം വലിച്ചിട്ട് കൊത്തി തിന്നു. നല്ലോണം പിഞ്ചിണ്ട്. ഇതാ ഇതിന്റെ ഇലയെല്ലാം തിന്നിട്ടല്ലേ. ഇലയും തിന്നു. എന്താ ഈ 3 കോഴി ഇതിന്റെ അടിയിൽ തന്നെ എപ്പോ നോക്കിയാലും ചപ്പന്നെ തിന്നുന്നുണ്ട് ആ കോഴി. അതെ, എന്തെന്ന് അറിയുന്നില്ല. കയ്പൊക്കെ കുറച്ച് വലുതായിനല്ലമ്മ. അതെ, മഴ ഇവിടെ നോക്ക്, ഇതാ ഇവിടെ നോക്ക്. അതെ അതെ, നിറച്ചും കയ്പൊക്കെ ഉണ്ട്. ഉണ്ടായിട്ട് എന്താ, ഇലയില്ല, എല്ലാം കൊത്തിയിട്ട് തിന്നുന്നുണ്ട്. അതെ അതെ, ഇവിടെ 3 കോഴികള്. അന്നാണ്ട് അവൻ ആക്കിയതില് ഇത് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊട്ടയില് പറിക്കാറുന്നു. അത്ര ഉണ്ടായി കോഴി വിട്ടിട്ടില്ലല്ലേ. ഞാൻ മടക്കി 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 ഇട്ടിട്ട് ഇത്രയാണെങ്കിൽ ഉള്ളത് എല്ലാ പിഞ്ചും ചെറിയ സൈസ് കാണല്ലേ. കയ്പ. അതെല്ലേ, ചെറിയ ഉണ്ട കയ്പ ഉണ്ടല്ലേ. ഈ കിർമി പുസു പറയുന്ന ചെറിയ ചെറിയ പുസു, അതിനല്ല ഇത് വറവാക്കിട്ടോ കറി വെച്ചിട്ടോ തിന്നാല് നല്ലത്. അതല്ല പോയിക്കോളൂ. അതെ, അമ്മക്ക് കൊറേ മരുന്നെല്ലാം അറിയാ. പിന്നെ ഞങ്ങളുടെ നോക്കുമ്പോ ഇങ്ങനെ ആയിപ്പോയേ. എന്തമ്മാ ഇതാ കറിവേപ്പിണ്ടയല്ല, കറിവേപ്പില ഇതാ എല്ലാം ഉണങ്ങിയിട്ട് എല്ലാം ഭൂമിണ്ട്. അറിയാ, ഈ ഇല പഴയ ഇല എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് ഇനി ഇതാ ഇങ്ങനെ ചിഗിരി ഇല വരും. അതെ, ഈ ചിഗിരി ഒരുമാതിരി ഇത് പുസുകൂടി അങ്ങനെ. ഇതാ എറുമ്പ് കണ്ട, ഈ എറുമ്പാണ് എല്ലാത്തിലും. ഞാൻ ഒരു ബല്ലി നട്ടിന്, പീര ബല്ലി, അത് കാണിച്ചു തരാ കേട്ടാ. അതിലും അങ്ങനെ തന്നെ ഈ എറുമ്പ് കൂടിയിരുന്നു. എലിക്കൊന്നും കിട്ടൂല. അതെ അതെ, ആയാ എറുമ്പ് അതേ എറുമ്പ് പൂച്ചെടി പൂടിയുള്ളത്. അതേ എറുമ്പ് മണമുണ്ട്, നല്ല മണമുണ്ട്. എറുമ്പുണ്ടല്ല മാത്രമല്ല കൂടി നല്ല. അതെ അതെ, അത് കൂടാൻ പാടില്ല. അതിന് കുറച്ചൊക്കെ അമേസൺ പൗഡർ ഇട്ടാല് അതെല്ലാം പോയിക്കോളും. ഇപ്പൊ പിന്നെ എല്ലാ ഇല വീണിട്ട് പുതിയ ഇല വരും. അതെ അതെ, ഇവിടെ എല്ലാം ചിഗിരി വന്നോണ്ട് ചെറുതായിട്ട് സൂപ്പർ. അത് മാത്രം എനിക്ക് ഉണ്ടായെങ്കിൽ 6 ദിവസം അങ്ങ് വെച്ചിട്ട് റസ്തിൽ ചോറുണ്ടുള്ളൂ. നല്ല ഇഷ്ടം എനിക്ക്. അതെ, അങ്ങനെ ഇത് നോക്കിയിട്ട് അന്ന് ചെറുതുണ്ടായാലും ഇതിന്റെ ഇത്ര വന്ന ഇത് വലിയ സൈസ് ആവില്ല. മറവും ചെറുതാണ്. അതെ അതെ, നല്ലോണം കുടുക്കുണ്ട്. മാത്രം ഇത്രക്കേ ആവുന്നതെന്ന് കാണുന്നു. അതെ, അയ്യാ
ചെറുതായാലും നല്ല മധുരം ഉണ്ടാവും. ഈ ബണ്ണത്തിന്റെ കാട്ടി ചെറുതുണ്ടല്ലോ അത് മധുരം ഉണ്ടാകും. അത് കുരങ്ങ് കാണാത്ത കൊണ്ട് ഇത് ബാക്കിയായി. കുരങ്ങ് കാണൂ, നാം വടിയെടുത്തോണ്ടും കല്ലെടുത്തോണ്ടും ഓടി വരുമല്ലേ കുറുക്കാസിന്റെ മാതിരി. അതിനെ കൊണ്ട് ഇതെല്ലാം ഒഴിവായിട്ടുള്ളത്. നമ്മളില്ലാത്ത പോയാല് ഇതാ കാണണമെങ്കിൽ ഇത് കോഴിന്റെ പണി ചേമ്പിന്റെ ഇല കൂടി അവിടെ നോക്കി നല്ല ചിത്രം വൃത്തി അങ്ങനെ ഉണ്ട്. എല്ലാം കൊത്തി തിന്നിട്ട് അതെ എത്തണ ചെടീനെല്ലാം തിന്നല്ലേ. അതെ എല്ലാം പറിച്ച് തിന്നു. അതാ കാണില്ലേ, ഒന്ന് മാത്രം വലുതായിനല്ലേ. അന്ന് ആയത് വീണ് പോയി അല്ലേ മാ. അതെ മാ, അങ്ങായതെല്ലാം വീണ് പോയി. ആദ്യത്തിന്റെ കൊയിഞ്ഞു പോവൂ. അതെ പിന്നത്തെ പിടിക്കുള്ളൂ. അതെ നല്ല പൂവുണ്ട്. കയ്യില് വേണമെങ്കിൽ പറിക്കാം, ആർക്ക് വേണമെങ്കിൽ. അതെ അതെ ചെറിയ മരം അങ്ങനെ ഇറങ്ങിട്ട് ചെയ്ത പിന്നെ എന്താകും ഒന്ന് കൂടൂ നോക്കാന് പറിക്കാനല്ല അല്ലേ. അതെ ഇതേ കുറഞ്ഞെന്ന് പറഞ്ഞല്ലേ, ഈ ചെടിയിലുള്ള കായും പറിച്ച് തിന്നിട്ട് അതിന്റെ ചപ്പു തിരില് എല്ലാം പറിച്ച് തിന്നിട്ട് മൊട്ടയാക്കി വിട്ടില്ല. മൊട്ടയാക്കിട്ട് ഇതൊരു ബടി മാത്രം ഒഴിഞ്ഞിന്. ഇപ്പൊ ആ മരത്തില് ഞാൻ കാവലില്ലാത്ത പോയാല് വന്ന് പറയുമ്പോ പോയിട്ട് എത്തിയിട്ടില്ലെങ്കിൽ അതും തീരാ ചപ്പും കൂടി തിന്നു. അതെ ചപ്പും ഒന്നുമില്ല. അതെ അതെ അയ്യാ അങ്ങനെ കുറങ്ങെന്ന് പറഞ്ഞാല് ഭഗവാനയുടെ കുറങ്ങിന്റെ ഒരു കൂട്ടം തന്നെ പറഞ്ഞാല്. ഇതില് പൂ വരാനായിട്ടേ ഉള്ളൂ. പൂ വന്നാല് നിറച്ചു പൂവായ നമുക്ക് ഇവിടുന്ന് പറിച്ചിട്ട് മാലയെല്ലാം കെട്ടാ. അതെ 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 ഇത് ചെണ്ടുപൂന്ന് പറയുന്ന സാധനം പെണ്ണ് പറിച്ചിട്ട് നല്ലോണം ഒരു മാല കെട്ടിന് സ്വാമിന്റെ പൊട്ടത്തിനായിന്ന്. അതെ അതാ അവിടെ ഒന്ന് നോക്ക്, നല്ല പൂവ്. ഇതൊരു ചെടി അല്ലേ മാ. റോസ് നോക്കാനൊരു രാവിലെ എണിച്ച് നോക്കുമ്പോ ഒരു കുസിയാവും. അതെ ഇത് റോസ് 2 കളറ്. അതെ ഇത് എന്ത് റോസ് കളറ്. ഇത് ഒരു വെള്ള കളറ്. ഇതിലാണ് പറഞ്ഞത് എറുമ്പ് കൂടിയിട്ടുണ്ടായിന്ന്. പൗഡർ ഇട്ടിന് ഇതാ കാണില്ലേ, അതെല്ലാം എറുമ്പ് പോയി. എനിക്ക് ഇതന്നെ പണി, എറുമ്പിനെ കൊള്ളലും പൂച്ചെടിനെ തിന്നു പറഞ്ഞിട്ട്. ഇതാ ഇത് നോക്ക്, ഇതൊരു മുല്ല അമ്മ, ഇതൊരു മുല്ല ചെടി. ഇത് ഇത് സൂചി മുള്ള പറയുന്നത്. അതെ സൂചി മല്ലിക. അത് ഗുണ്ടുമല്ലി. അത് ഇത് സൂചി മല്ലി എന്ന് പറയുന്നത്. ഇതാ സൂചി സൂചി ഉണ്ടാവും. മൊട്ട് നോക്ക്, ഇതാ സൂചി മാതിരി. അത് വിരിഞ്ഞാല് ഇങ്ങനെ അല്ലേ. അതെ പിന്നെ ഇത് എന്ത് ഇവിടെ പറയുന്ന സേവന്തിപ്പൂ. സെവന്തിപ്പൂ. സേവന്തികന്ന് ഇവിടെ പറയൂ. ഇത് സെവന്തി പൂന്ന് നമ്മൾ പറയൂ. അങ്ങനെ ഇത് ഇപ്പൊ ബാടി പോയപ്പോ നല്ല പാങ്ങ് പൗരുണ്ടായി കാണാന്ന്. ഇത് ഉള്ളിച്ചെടി. ഇതെല്ലാം നമ്മളുടെ ചെക്കന്റെ പണിയാണ്. ഉള്ളിച്ചെടി. ഉള്ളിച്ചെടി ഇതെന്തറിയാമ്മ, ഈ ഉള്ളിലുള്ള ഈ ചെടി പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലേ. അതെ അതെ പാഷൻ ഫ്രൂട്ട്. അതെ ജ്യൂസ് ആക്കുന്നത് ഇങ്ങനെ. അതിന്റെ വിത്ത് ഇട്ടത് തന്നെ അത് വന്നിനി എല്ലാം ഉണ്ടാക്കാം നമുക്കല്ലേ. ഉണ്ടാക്കി ഉണ്ടാക്ക അടിച്ചോണ്ട് പോകുമ്പോ ഇത് ഒരു ചെടി ഒരു മൂക്ക് പൊട്ടുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ചെടി ഉണ്ടായി. ബണ്ണ വരട്ടെല്ലാം വേണ്ട പറഞ്ഞിട്ട് ഇവിടെ നട്ട് വെച്ചിട്ട് ഒരു ചാക്കല്ല അതിന് മറവ് കെട്ടിയിട്ട് കോഴി തിന്നണ്ട പറഞ്ഞിട്ട് ഒരു ബടി കുത്തിയിട്ട് വെച്ച് ഇവിടെ. അതിപ്പോ ഈ ചെടിക്ക്, ഈ പൂച്ചെടിക്ക് കേറും. അതില് നോക്ക് എത്ര എറുമ്പ് കൂടിയിട്ടുണ്ട്. എറുമ്പ് പറയുന്നത് ഇതാ അവിടെ നോക്കി ഇറങ്ങി പോണേ. അതിനാണ് ഗമേസൻ പൗഡർ ഇടണോ പറയുന്നത്. നോക്ക്, അത് കൂടിയാല് ഇതിന്റെ തലപ്പിനെ ഓട്ടയാക്കി കഴിഞ്ഞാല് പിന്നെ അത്ര ഉസാറുണ്ടാവില്ല. അതെ അതെ കേറാൻ അതിനാവില്ല അത്ര. അതിന് വേണ്ടിയിട്ട് ഗമേസൻ പൗഡർ നമുക്ക് ഇടാം.
അതെ. പോത്ത് പിടിച്ചിന് ഇവിടെ തുമ്പി കൊണ്ട് ഇതിലേ കയറി പോകാ പറഞ്ഞിട്ട് മുന്നില്ല എറുമ്പ്. അതെ. പിന്നെ ഇതുണ്ടല്ലേ അവിടെ കാണിച്ചല്ലേ പൂ, ചെണ്ടു പൂ പറഞ്ഞിട്ട് ആ ചെടിയാണ്. ഇതും കോഴി കൊത്തി തിന്നു പറഞ്ഞിട്ട് വടിയല്ല വെച്ചിട്ട് നമ്മൂടി വെച്ചിന്. ഇത് കോഴിയെല്ലാം തിന്നിട്ട് ഒരു ബെണ്ടക്കൈ ഒരു ബെണ്ട ബാക്കി. ഇത് കോഴിക്ക് തെറ്റിയിട്ട് ഈ വടിയെല്ലാം വെച്ച കൊണ്ട് അത് ബാക്കിയായ. അതെ. ഇവിടെ തുമ്പച്ചെടി ഉണ്ടമ്മ. തുമ്പച്ചെടി ഉണ്ട് അല്ലേ? ഇത് തുമ്പച്ചെടിയല്ലേ? കൊറേ ഉണ്ടല്ലേ? കൊറേ ഉണ്ട്. അതാ ഞാൻ കൊറേ പറിച്ച്. ഇതാ. അതെ അതെ. ഇത് ഒരു പൂച്ചെടി, നിത്യപുഷ്പ പറയുന്ന ചെടിയാണ്. ഇത് 2-3 ചെടി ഉണ്ട്. അത് അവിടെ ഉണ്ട്. ചെറിയ ചെടിയിലെ പൂവതിനല്ലേ? അതെ, നിത്യമാവും പൂവ്. ഇപ്പൊ ഈ പൂവ് വീണ് പോവാനാവുമ്പോ ഇപ്പുറത്തൊരു പൂവ് വരും. അങ്ങനെ ഒന്നൊന്ന് ഉണ്ടാക്കിയാൽ പറയേണ്ട ഭാഗത്ത് നമുക്കൊരു അന്തത്തുനിന്നും ചന്തത്തുനിന്നും ഇതെല്ലാം ആവും അല്ലേ? അങ്ങനെ നമ്മളുടെ ചക്കം പണി വിട്ടിട്ട് വരലു ഞങ്ങൾ ഇവിടെ നിന്നിട്ടുള്ളതും. ഇത് മോന് നട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? അപ്പൊ അമ്മയും നട്ടിട്ട് ആ മോന്റെ അമ്മ അല്ലേ ഉള്ളിച്ചെടി അവിടെ നല്ല പെരുക്കി കൊടുന്നിട്ട് ഞാൻ നട്ടിട്ട് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് 2 ബടിയെല്ലാം വെച്ചിന് കോഴി തിന്നണ്ടാന്ന്. പിന്നെ ഇത് ആറഞ്ച് ചെടി ഇവിടെ നോക്കി. ഇത് മാങ്ങ ചെടി. ഇത് കോഴി തിന്നതല്ല, പുസു തിന്നത്. ഇത് ആറഞ്ച് ചെടി. ആറഞ്ച് പറഞ്ഞാല് കൈപ്പുളി പറയുമല്ലേ നമ്മള്? കൈപ്പുളി എന്ന് പറഞ്ഞാല് പിത്തത്തിനല്ല തലക്ക് തേക്കുവോ അതിന്റെ വെള്ളം കുടിക്കൂ. അത്ര വന്നാവൂ. അതെ. ഇത് ഞങ്ങളുടെ അപ്പു അവിടെ നമ്മൾ വരുമ്പോ ചട്ടി അടക്കം പൊന്തിച്ച് കൊടുത്തിട്ട് ഇവിടെ വെച്ചതാ. അപ്പൊ ചെറുതുണ്ടായി. അമ്മ എന്താക്കി ഒരു ബെർഗ് കൊടുന്ന് ഇട്ടിട്ട് ഒരു ഭാഗം പൊളിച്ചേ കളഞ്ഞു. സെറ്റായി മാത്രല്ലേ? ബാടി പോയിട്ടുണ്ടായി. അതെ അതെ, നല്ല ഉഷാറായി ഇപ്പൊ ചെടി. ബാലേട്ടന്ന് വേഗം പണി വിട്ട് വന്നു കാണുന്നല്ലേ? അതെ, മകര സംക്രമല്ലേ ഇന്ന്. അപ്പൊ അതിന്റെ എല്ലാം കുറച്ച് പറയാ ആണ് പറഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെട്ടത്. എല്ലാവർക്കും അറിയൂ എന്നാലും നമ്മളുടെ ഒരു സന്തോഷം. അതെ, അതൊന്ന് പറയാ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയ. ഇത് ഞാൻ അവിടുന്നേ പറഞ്ഞിട്ട് വന്നല്ലേ കോഴി തിന്നു ചെടികളിൽ തന്നെ. ഇതൊരു പൂവ് കൊറേണ്ടടുത്ത് നല്ല സ്റ്റൈലായിട്ട് ഉണ്ടായി. ഇത് എന്റെ കണ്ണ് തെറ്റിച്ചിട്ട് അതെ വിളക്ക് വെച്ച മാതിരി അല്ലേ പൂവ്? നല്ല പൂവാണ്. തിരി ഇതാ സർപ്പന്റെ മാതിരി. ഇത് ഇങ്ങനെ അതിന്റെ ഉള്ളില് ഒരു തിരി അങ്ങനെ വിളക്ക് തിരിയിട്ട് അങ്ങനെ നല്ല പാങ്ങല്ലേ. ഇതിനെ ഒരു പേരെന്തറിയാ കന്നഡത്തില്? അണത്തെ പറയൂ. അതെ, അണത്തെ കേട്ടിനാ? ഇങ്ങനെ ഉണ്ടാവല്ലേ? അതെ, അതെ. നമ്മൾ പറയാൻ പാടില്ല, പറഞ്ഞോണ്ടിരിക്കണ്ട പോയി ഇരിക്കട്ടെ എന്ന് പറയൂ. അങ്ങനെ നമുക്ക് സംക്രാന്തി അതിന്റെ ഒരു പാട്ടുണ്ട്, അത് പാടാറുണ്ട്. കന്നഡത്തിലാണ്. പിന്നെ അപ്പൊ അങ്ങനെ ഒരു പാട്ടുണ്ട്, എന്റെ മോൾ അത് പറയൂ. എല്ലാരും പാടാ. അമ്മക്ക് അറിയില്ല. നീ പറ. മനസ്സെല്ല മനസ്സು ಬಿತ್ತೋ ಎಲ್ಲೂ ಬೆಲ್ಲ ನೀರಾಯಿತು ಕೊಟ್ಟಿದ್ದೆಲ್ಲ ಮಾತಾಯಿತು ಮುತ್ತಾಯಿತು ಮಾತಾಯಿತು മയ്യല്ലി അങ്ങനെ 2 വരി പാട്ട്. അതെ അതെ, ആട്ടെ. ഞങ്ങളുടെ സംക്രാന്തിക്ക് അതൊരു പാട്ട് പാടിയല്ലേ, മകര സംക്രമണത്തിന്. അതൊരു സന്തോഷം തന്നെ. അത്ര അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ്. അതെ, ബൈ.